അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചമ്പത് റായ് രാജിവെച്ചു എന്ന റിപ്പോർട്ട്. VHP വൈസ് പ്രസിഡന്റാണ് ചമ്പത് റായ്. ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജിവെച്ചു. ചമ്പത് റായിയുടെ അനുയായി അടക്കം 8 പേരെയാണ് SIT അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. വിവാദങ്ങൾക്കിടെ അരവിന്ദ് കെജ്രിവാൾ രാമക്ഷേത്രത്തിൽ സന്ദർശനവും നടത്തി. വിവരങ്ങളുമായി ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ശരത്ലാൽ, എന്തായാലും വലിയൊരു കൊള്ളയ്ക്ക് ഒടുവിൽ അതിൽ അന്വേഷണം വരുന്നു, അതിൽ ചില നടപടികളൊക്കെ ഉണ്ടാകുന്നു. അപ്പോഴും ട്രസ്റ്റിലേക്ക് അന്വേഷണം നീങ്ങുകയായിരുന്നു. അത് വേണം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്ക് കൂടി അന്വേഷണം വേണം എന്നുള്ള മുറവിളികൾ ഉയർന്നതിനിടെയാണ് നിലവിൽ ചമ്പത് റായ് രാജിവെക്കുന്നത്. എങ്ങനെ കാണണം? ഇപ്പോൾ എന്താണ് ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാംലി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കാരണം ചമ്പത് റായിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നൊരു സൂചനയാണ് അയോധ്യയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റ് അംഗങ്ങൾ ഈ കാര്യത്തിൽ ഒരു അടിയന്തരമായ യോഗം ഇന്നിപ്പോൾ അയോധ്യയിൽ ചേരുകയാണ്. ഏതായാലും ഇതിലൊക്കെ വളരെ പ്രാധാന്യമുള്ളത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നിലപാടാണ്. അദ്ദേഹം വ്യക്തമായി തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം അയോധ്യയിലേക്കുള്ള അതായത് ദുഷ്ടലാക്ക് നോക്കിയ അയോധ്യ ക്ഷേത്രത്തിനെതിരെ ദുഷ്ടലാക്കോട് നോക്കിയ ഒരു കണ്ണുകളെയും വെറുതെ വിടില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ SIT നൽകിയ 17 പേരുടെ പട്ടികയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ട്രസ്റ്റി അംഗം നൽകിയ പരാതിയിലായിരുന്നു 8 പേരുടെ പേരിൽ കേസെടുത്തത്. അതുമാത്രമല്ല 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്നത് ചമ്പത് റായിയുടെ അടുത്ത അനുയായിയായ ടിനു യാദവാണ്. ടിനു യാദവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരവധി അതായത് ഈ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയിലേക്ക് എത്തുന്ന നിരവധി തെളിവുകളും അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലങ്ങളും ഒക്കെ ലഭിച്ചു എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് തന്നെയാണ് ചമ്പത് റായിയെ ഇപ്പോൾ അയോധ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം അറസ്റ്റിലേക്ക് പോലും നീങ്ങിയേക്കാം എന്നതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരം. ഏതായാലും അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ വളരെ വേഗതയിൽ അന്വേഷണം നടക്കുന്നു. അതുമാത്രമല്ല, ഇതിൽ വളരെ പ്രധാനമുണ്ട്, RSS ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നു. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരണം, അതിന് കാലതാമസം പാടില്ല എന്ന കർക്കശമായ നിലപാടാണ് RSS ഇക്കാര്യത്തിൽ എടുത്തത്. ഹിന്ദു പരിഷത്ത് ചമ്പത് റായിയുടെ കാര്യത്തിൽ ഒരു അടിയന്തര സംഘടനാ നടപടികൾ അല്പസമയം കൊണ്ട് എടുക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ചമ്പത് റായിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ തന്നെ സംഘടനാ നടപടി ഉണ്ടാകും എന്നാണ് VHP വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും RSS BJP സംഘപരിവാറിന് കടുത്ത നാണക്കാണാണ് ഈ അയോധ്യ സംഭാവന തട്ടിപ്പ് വരുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ വേണമെന്നാണ് RSS ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഇനി BJP അഖിലേന്ത്യാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത്. കാരണം അവിടെ ട്രസ്റ്റിലേക്ക് ആൾക്കാരെ നിയമിച്ചതിൽ BJPക്ക് ഒരു പങ്കുണ്ട് എന്ന ആരോപണവും പ്രതിപക്ഷ കക്ഷികൾ അത് ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കെജ്രിവാൾ വ്യക്തമാക്കിയത്, ഇന്ന് അയോധ്യയിലെത്തിയ കെജ്രിവാൾ ദർശനം കഴിഞ്ഞ ശേഷം കെജ്രിവാൾ വ്യക്തമാക്കിയത്, രാമൻ്റെ പണം കെട്ടവരെ ജനങ്ങൾ വെറുതെ വിടില്ല, ആ ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കും എന്ന രീതിയിലുള്ള ശക്തമായ പ്രതികരണമാണ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും യോഗി ആദിത്യനാഥ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയാം. ശരി.